സാർ എന്തൊക്കെ ക്ലാസ് ഉണ്ടായിരുന്നു? ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അയക്കാൻ പറ്റും. ഞാൻ അയക്കാം. ആ, ഓക്കെ ഓക്കെ. ഇന്നലെ. ജോലിയിലാണ് വീക്ക് ഡേയ്സ് ജോയിൻ ചെയ്യാൻ പറ്റില്ല ക്ലാസ്സിൽ. ആ ഞാൻ മറന്നു എന്ന് ടെക്സ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. ആ, ഓക്കെ ഓക്കെ. Recording in progress. ശ്രദ്ധിക്കുക. ഇന്നത്തെ നമ്മുടെ മെയിൻ ആണ് ഡൈനാമിക് മൾട്ടി പോയിന്റ് വി പി. ഡൈനാമിക് മൾട്ടി പോയിന്റ് വി പി അഥവാ DMVPN എന്നൊക്കെ പറയാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള VPN ആണ്. ഇതാണ് കൂടുതലായിട്ടും ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു VPN എന്ന് പറയുന്നത്. അപ്പോൾ ധാരാളം ബ്രാഞ്ചുകൾ തമ്മിൽ ധാരാളം ബ്രാഞ്ചുകൾ വരുന്ന ഒരു സാഹചര്യത്തിൽ അവരെ തമ്മിൽ എല്ലാം തന്നെ നമുക്ക് പരസ്പരം എന്ത് ചെയ്യാൻ പറ്റും? ഇന്നത്തെ കാലത്ത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് DMVPN യൂസ് ചെയ്തിട്ടാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത്? കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഒരുപാട് ബ്രാഞ്ചുകൾ വരികയാണ്. അപ്പൊ നിങ്ങൾക്ക് 10-20 ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ VPN യൂസ് ചെയ്ത് എല്ലാവരും തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് ഈ VPN വലിയൊരു പ്രത്യേകത പറയുന്നത്. ഇതിന് മാത്രമായിട്ട് കുറച്ച് ചില പ്രത്യേകതകൾ വരുന്നുണ്ട്. ഓക്കെ, പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാട് കോസ്റ്റ് നമുക്ക് VPN യൂസ് ചെയ്യുന്ന സമയത്ത് അറിയാം. നിങ്ങൾക്ക് VPN യൂസ് ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് കുറവാണെന്ന് അറിയാം. പക്ഷെ ഇവിടെ അതിലും കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി സാധിക്കും DMVPN അകത്ത്. അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു ഹബ് ആൻഡ് സ്പോക്ക് ടോപ്പോളജി പോലെയാണ് നമ്മുടെ DMVPN പറയുന്നത്. ഓക്കെ, ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഹബ് ആൻഡ് സ്പോക്ക് ടോപ്പോളജിയാണ്. ഹബ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ടോപ്പോളജി നോക്കുമ്പോൾ കൊച്ചി നെറ്റ്വർക്ക് കണ്ടില്ല, ലെഫ്റ്റ് സൈഡിലുള്ള കൊച്ചി നെറ്റ്വർക്ക് ആയിട്ട് ബാക്കി എല്ലാ നെറ്റ്വർക്കും എന്താണ്? കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് കൊച്ചി ആ പോയിന്റ് നമുക്ക് എന്ത് വിളിക്കാം? തൽക്കാലം ഹബ് എന്ന് വിളിക്കാം. ബാക്കിയുള്ള ബ്രാഞ്ചുകളെ നമുക്ക് എന്ത് വിളിക്കാം? സ്പോക്സ് എന്ന് പറയാം. ഓക്കെ, ഏറ്റവും വലിയ അടുത്തൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നോർമലി ഈ സ്പോക്ക് റൗട്ടേഴ്സ് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡയറക്റ്റ് ആയിട്ട് കണക്ഷൻ കൊടുക്കാൻ സാധിക്കുമോ? ഒന്ന് നോക്കിക്കോ, ടോപ്പോളജി നോക്കിയിട്ട് ഒന്ന് പറ്റുമോ നോക്കിക്കോ. ദുബായ് ആയിക്കോട്ടെ, റിയാദ് ആയിക്കോട്ടെ, ദോഹ ആയിക്കോട്ടെ, ഇവരെല്ലാം തന്നെ നമുക്ക് പരസ്പരം ഈ പറയുന്ന ബ്രാഞ്ചുകളെ അഥവാ സ്പോക്കുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? ആരുടെ സഹായം കൂടിയേ തീരൂ ഏത് സമയത്തും? കൊച്ചി പറയുന്ന ഓഫീസായിട്ട് കണക്ട് ചെയ്ത് മാത്രമേ മറ്റുള്ള ബ്രാഞ്ചുകളോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ നോർമൽ കേസിൽ. എന്നാൽ ഇവിടെ ടോപ്പോളജിക്കകത്ത് നിങ്ങൾ നോക്കുമ്പോൾ നമുക്ക് DMVPന്റെ വലിയൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രം നമ്മൾ എക്സാമ്പിൾ എനിക്ക് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യണം. പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കണ്ടോ? ഇനി എനിക്ക് അടുത്ത ബ്രാഞ്ചായിട്ട് കോൺടാക്ട് ചെയ്യണം. അപ്പൊ നേരെ നമ്മൾ നോർമലി എന്താണ് ഇവിടെ വന്നതിന് ശേഷം ഇങ്ങേര് പറഞ്ഞു കൊടുക്കും ഇവിടുത്തെ പബ്ലിക് ഐപി എന്താന്നുള്ള കാര്യം. അങ്ങനെ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ എപ്പോഴും കണക്ട് ചെയ്യുന്നത്. എന്നാൽ DMVPN അകത്ത് ബ്രാഞ്ചുകൾ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെമ്പററി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും. വൺസ് മാത്രമേ നമുക്ക് ആരുടെ ആവശ്യം വരുന്നുള്ളൂ? ഹബിന്റെ ആവശ്യം നമുക്ക് വരുന്നുള്ളൂ. പിന്നീട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ബ്രാഞ്ചുകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാം. അതെങ്ങനെയാ സാധിക്കുക അല്ലെ? ടോപ്പോളജി നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം അത് എങ്ങനെ സാധിക്കും. ഹബിന്റെ സഹായം ഇല്ലാതെ എങ്ങനെ നമുക്ക് അടുത്ത നൈബറായിട്ട് ബ്രാഞ്ച് ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും? അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് വേണ്ടത് എന്താണ്? ഇവിടത്തെ പബ്ലിക് ഐപി അല്ലേ വേണ്ടേ? അല്ലെ, ഈ ബ്രാഞ്ചുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ പബ്ലിക് ഐപി ആണ്. ഇവിടുത്തെ പബ്ലിക് ഐപി വേണ്ടത് ഇതാണ്. നമ്മുടെ പബ്ലിക് ഐപി ഇതാണ്. ഇവിടുത്തെ പബ്ലിക് ഐപി ഇതാണുള്ള കണക്ഷൻസ്. നമുക്ക് ഈ വരുന്ന ഈ പറയുന്ന ബ്രാഞ്ചുകളുടെ പബ്ലിക് ഐപി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ കോൺടാക്ട് ചെയ്തോടെ? ആലോചിച്ച് നോക്കൂ. ബ്രാഞ്ച് ടു ബ്രാഞ്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വേണ്ട പബ്ലിക് ഐപി ആണ്. പബ്ലിക് ടു പബ്ലിക് ഐപി കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമുക്ക് VPNലൂടെ നമുക്ക് സാധിക്കുന്നത് അല്ലെ? അല്ലാതെ നമുക്ക് ലാനുകൾ തമ്മിലല്ലല്ലോ
VPN നമുക്ക് എന്താ വേണ്ടത്? ഡയറക്റ്റ് ആയിട്ട് VPN നമുക്ക് എസ്റ്റാബ്ലിഷ് ആവുന്നത് ആരായിട്ടാണ്? പബ്ലിക് സോഴ്സ് പബ്ലിക് IP, ഡെസ്റ്റിനേഷൻ പബ്ലിക് IP. ഈ രണ്ട് IP ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റർനെറ്റ് ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരസ്പരം കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കി, എത്രമാത്രം നല്ലൊരു VPN ആണെന്ന് അറിയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഇപ്പൊ എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു VPN കൂടിയാണ് DMVPN. കൂടുതൽ ബ്രാഞ്ചുകൾ വരുമ്പോൾ ട്ടോ, 1-2 ബ്രാഞ്ചൊക്കെ നിങ്ങൾക്ക് ആവശ്യമില്ല. ഇപ്പൊ ഈ കാണുന്ന പോലെ മിനിമം ഒരു 4 ബ്രാഞ്ചോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വർക്ക് ചെയ്യിക്കാം. ഇനി അടുത്തൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത VPN ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിക് IP വേണം അല്ലെ? എല്ലാ ബ്രാഞ്ചുകൾക്കകത്തും എന്ത് വേണം? സ്റ്റാറ്റിക് IP വേണം. എന്നാൽ എന്താണ് സ്റ്റാറ്റിക് IP നോർമലുള്ള ഡൈനാമിക് IP തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്റ്റാറ്റിക് IPക്ക് എക്സാമ്പിൾ ഒരു 3000 റുപ്പീസ് ആണെന്നുണ്ടെങ്കിൽ ഡൈനാമിക് IPക്ക് നമുക്ക് 1500 അടുത്തേ വരുള്ളൂ, അല്ലെങ്കിൽ പോട്ടെ ഒരു 2000 റുപ്പീസൊക്കെ വരുള്ളൂ. ഏതാണ്ട് പകുതി മാത്രമേ നമുക്ക് എവിടെ വരുന്നുള്ളൂ? ഡൈനാമിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വരുന്നുള്ളൂ. എന്നാൽ ഈ കാണുന്ന എല്ലാ ബ്രാഞ്ചിനകത്തും സ്റ്റാറ്റിക്കാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും? കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. എല്ലാ ബ്രാഞ്ചിനകത്തും സ്റ്റാറ്റിക്കാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നോർമൽ ഡൈനാമിക്കിന്റെ ഡബിൾ റേറ്റ് ആണ് എന്തിന് വരുന്നത്? സ്റ്റാറ്റിക് IPക്ക് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഹബിന് മാത്രം എന്ത് മതി? സ്റ്റാറ്റിക് ആയിട്ടുള്ള പബ്ലിക് IP മതി. ഇവിടെ ഒന്നും വേണ്ട. ഇവിടെ എല്ലാം ഡൈനാമിക്കലി വരുന്ന IP മതി. മനസ്സിലായോ? ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഓരോ പ്രാവശ്യം ഇന്റർനെറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന IP അവിടെ മതി. അതെങ്ങനെ പോസിബിൾ? അതാണ് DMVPN. ഓക്കെ, അവിടെ വർക്ക് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഇപ്പൊ ഇത് GRE നിങ്ങൾക്ക് അറിയാം, ടണൽ അറിയാം എന്താന്നുള്ള കാര്യം, IPsec എന്താണെന്ന് അറിയാം, ഡൈനാമിക് റൗട്ടിംഗ് പ്രോട്ടോകോൾ എന്താ അറിയില്ലേ? AGRP, OSPF, ഇതെല്ലാം നമുക്ക് കോമൺ ആയിട്ട് അറിയാം. പുതിയൊരു ചങ്ങാതിയാണ് നെക്സ്റ്റ് ഹോപ്പ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. എന്താണ് നെക്സ്റ്റ് ഹോപ്പ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ? അപ്പോൾ ഈ GRE നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഓർക്കുന്നുണ്ടോ? നമ്മുടെ ലാനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടണലാണത്. IPsec എന്താണ്? ആ ടണലിലൂടെ പോകുന്ന പാക്കറ്റുകളെ എന്ത് ചെയ്യുക? സെക്യൂർ ചെയ്യുക. ഓക്കെ. പിന്നെ ഡൈനാമിക് റൗട്ടിംഗ് പ്രോട്ടോകോൾ എന്താ? ഈ ലാനുകൾ തമ്മിൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു റൗട്ടിംഗ് പ്രോട്ടോകോൾ, റിപ്പോ, AGRP, OSPF, നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം. ഇനി ഇയാളുടെ പ്രത്യേകത നമ്മൾ തിരിച്ചറിയേണ്ടത്, ഇയാളാണ് ഇവിടുത്തെ മെയിൻ റോൾ എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, അതെന്താന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതാണ് നമുക്ക് അറിഞ്ഞിരിക്കുന്നത്. ബാക്കി എല്ലാ കാര്യവും നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഓക്കെ, അപ്പോ സംഭവിക്കുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NHP സെർവർ, ഓക്കെ, ഇയാൾ എന്താണ്? NHS എന്ന് വിചാരിക്കും. NHS നെക്സ്റ്റ് ഹോപ്പ് സെർവർ. ബാക്കി എല്ലാവരും എന്താണ്? NHC നെക്സ്റ്റ് ഹോപ്പ് ക്ലയൻസ് ആണ്. ഇവരെല്ലാവരും എന്താണ്? നെക്സ്റ്റ് ഹോപ്പ് ക്ലയൻസ് ആയിട്ട് നമുക്ക് പറയാം. NHC. ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ NHS ആയിട്ട് ഈ ക്ലയന്റുകളെല്ലാം തന്നെ ഇവരുടെ പബ്ലിക് IP എന്ത് ചെയ്യും? എപ്പോഴും ആർക്ക് അയച്ചു കൊടുക്കും? ഓട്ടോമാറ്റിക്കലി നമ്മളൊന്നും പറയാതെ തന്നെ നമ്മുടെ NHS സെർവറിന് അയച്ചു കൊടുക്കും. അപ്പൊ സെർവറിന് എന്ത് കിട്ടി? ഈ കാണുന്ന എല്ലാ നൈബേഴ്സിന്റെയും എന്ത് കിട്ടും? പബ്ലിക് IP കിട്ടും. കിട്ടൂലേ? ഓക്കെ. അപ്പം ഈ കാണുന്ന ബ്രാഞ്ചിൽ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എങ്ങോട്ട് ചോദിക്കും? നമ്മുടെ ഹബിനോട് ചോദിക്കും, താങ്കൾക്ക് ഈ പറയുന്ന നെറ്റ്വർക്ക്, ഈ പറയുന്ന ടണൽ, അതായത് നമ്മുടെ 130 പറയുന്ന പോയിന്റിലോട്ട് പോകാനുള്ള ടണൽ, ആ ടണലിന്റെ പബ്ലിക് IP അറിയാമോ എന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്കറിയാം, പുള്ളിക്കാരൻ എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ആർക്ക് അയച്ചു കൊടുക്കും? ക്ലയന്റിന് അയച്ചു കൊടുക്കും. അപ്പൊ ക്ലയന്റ് വൺ ടൈം മാത്രമേ, ആ ഫസ്റ്റ് റിക്വസ്റ്റ് മാത്രമേ എവിടെ വരുന്നുള്ളൂ? സെർവറിനകത്ത് വരുന്നുള്ളൂ. പിന്നെന്താണ്? പിന്നെ ഡയറക്റ്റ് ആയിട്ട് ആരായിട്ടാണ് ഇന്ററാക്ഷൻ? ഈ കാണുന്ന രണ്ട് പബ്ലിക് IP ആയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ഷൻ. അത് ആ കണക്ഷൻ ഡിസ്കണക്ട് ആവുന്നവരെ 2 മണിക്കൂർ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 2 മണിക്കൂറോ അല്ലെങ്കിൽ കണക്ഷൻ ഡിസ്കണക്ട് ആവുന്നവരെ എന്താണ്? ആ രണ്ട് പബ്ലിക് IPകൾ തമ്മിൽ എന്തായിരിക്കും? ആക്സസ് ഉണ്ടായിരിക്കും. ഇനി എങ്ങാനും IP ചേഞ്ച് ആയാൽ, ഓക്കെ, എങ്ങാനും ഇവിടുത്തെ IP ഡൈനാമിക് അല്ലേ, ഇപ്പൊ എക്സാമ്പിൾ ഇവിടുത്തെ IP ചേഞ്ച് ആയെന്ന് വിചാരിക്കുക, അപ്പോൾ തന്നെ ആർക്കും എന്ത് ചെയ്യും? എനിക്ക് പുതിയ IP വന്നിട്ടുണ്ട് കേട്ടോ, എന്നിട്ട് ആരെ അറിയിക്കും? സെർവറെ അറിയിക്കും. സെർവർ അത് നോട്ട് ചെയ്തിരിക്കും. ഇനി ഇയാളെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചു വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എന്ത് ചെയ്യും? ആ പുതിയ പബ്ലിക് IP ആയിരിക്കും കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ പബ്ലിക് IP എപ്പോഴും, അതായത് NHC അഥവാ നമ്മുടെ ബ്രാഞ്ചുകളിനകത്തിരിക്കുന്ന പബ്ലിക് IP ചേഞ്ച് ആകുമ്പോൾ ഉടനടി അവർ ആർക്ക് അയച്ചു കൊടുക്കും? നമ്മുടെ സെർവറിന് അയച്ചു കൊടുക്കും. മീൻസ് നമ്മുടെ ഹബിന് അയച്ചു കൊടുക്കും. ഹബ് അത് നോട്ട് ചെയ്ത് വയ്ക്കുന്നു. എന്നിട്ട് അവരെ കുറിച്ച് ചോദിച്ചു വരുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു? വരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ആ പബ്ലിക് IP എന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്യുന്നു. അപ്പൊ വൺസ് മാത്രമേ നമുക്ക് ആരുടെ സഹായം വേണ്ടൂ? പബ്ലിക് IP കിട്ടാൻ വേണ്ടി മാത്രമേ നമുക്ക് ആരുടെ സഹായം വേണ്ടൂ? ഹബിന്റെ
സഹായം നമുക്ക് വേണ്ടും. ബാക്കിയുള്ള സമയത്തെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെമ്പററി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്രാഞ്ചുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം, കണക്ഷൻ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാം. എങ്ങാനും ഈ പബ്ലിക് ഐപി നിങ്ങൾക്ക് മിസ്സായാൽ ഉടനടി ആ പബ്ലിക് ഐപി നമ്മുടെ ക്ലയന്റുകൾ ആർക്ക് അയച്ചു കൊടുക്കും, സെർവറിന് അയച്ചു കൊടുക്കും. സെർവർ എന്ത് ചെയ്യും, അത് നമുക്ക് നമ്മൾ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് പോകാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പബ്ലിക് ഐപി നമുക്ക് കിട്ടുന്നു, കണക്ഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഒരു ഐഡിയ കിട്ടിയോ? നെക്സ്റ്റ് ഹോപ്പ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ പ്രത്യേകത എന്താ മനസ്സിലായോ? സാർ അപ്പൊ സ്റ്റാറ്റിക്കോടെ ഡൈനാമിക് IP മതി എന്നല്ലേ? IP ചേഞ്ച് ആവണമെങ്കിൽ അപ്പൊ തന്നെ ഹബ്ബ്. അതാ പറഞ്ഞ നിങ്ങൾക്ക് ഇവിടെ ഈ പറയുന്ന ബ്രാഞ്ചുകൾക്ക് അല്ലാതെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാറ്റിക് കൊടുക്കാം, നോ ഇഷ്യൂസ്. പക്ഷെ അത് ഡബിൾ കോസ്റ്റ് അല്ലേ നമുക്ക് വരുന്നത്, അവിടെ നമുക്ക് ലാഭിക്കാം. ഡൈനാമിക് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ഈ NHRP ഉള്ള കാലത്തോളം നമുക്ക് പ്രശ്നമില്ല. IP ചേഞ്ച് ആകുമ്പോൾ ഉടനടി ആരെ അറിയിക്കും, സെർവറിനെ അറിയിക്കും. അപ്പൊ സെർവർ നമ്മൾ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് സെർവർ എന്ത് ചെയ്യും, ആ കറന്റ് ഉള്ള പബ്ലിക് IP എന്താണോ അത് നമുക്ക് തരും. എന്തുമാത്രം ലാഭം നോക്കിക്കേ. എക്സാമ്പിൾ നിങ്ങൾ ഒരു 5000 രൂപ ചെലവാക്കുന്ന സാധനത്തിന് നിങ്ങൾക്ക് എന്തുമാത്രം ചെലവാക്കിയാൽ മതി, വെറും 2500 മാത്രം ചെലവാക്കിയാൽ ബ്രാഞ്ചുകളാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു മാസം തന്നെ ഒരുപാട് ബ്രാഞ്ചുകളുള്ള ടീമാണെങ്കിൽ എന്താണ്, ആ പബ്ലിക് IP തന്നെ നമുക്ക് എന്താണ് ഒരുപാട് ലാഭിക്കാൻ നമുക്ക് സാധിക്കും. പോയിന്റ് മനസ്സിലായോ? അപ്പൊ അത് വലിയൊരു പ്രത്യേകതയാണ്. ഇപ്പൊ സ്റ്റാറ്റിക് IP ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, നോ ഇഷ്യൂസ്. പക്ഷെ അത് നമുക്ക് ലാഭത്തിലോട്ട് നമുക്ക് ആരെ എത്തിക്കാം, നമ്മുടെ കമ്പനി നമുക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കും. ഒരുപാട് ബ്രാഞ്ചുകളുള്ളതാണെങ്കിൽ എന്ത് യൂസ് ചെയ്താൽ നിങ്ങൾ DM VPN യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും സെറ്റാണ്. ഇതാണ് ഈ VPN എല്ലാവരും യൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം തന്നെ സെക്യൂരിറ്റി ബേസ് വരുന്നതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. IPsec എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ, അതിനകത്ത് യാതൊരു വ്യത്യാസമില്ല. അതിനകത്ത് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. ആകെ നമുക്ക് എക്സ്ട്രാ കമാൻഡ് എന്തിനാ വരുന്നത്, NHRP ക്രിയേറ്റ് ചെയ്യാനുള്ള എക്സ്ട്രാ കമാൻഡ് മാത്രം നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നത്. ക്ലിയർ? ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാം. GRE ടണൽ എന്താണെന്ന് അറിയാം, IPsec എന്താണെന്ന് അറിയാം, നമ്മുടെ റൗട്ടിംഗ് പ്രോട്ടോകോൾസ് എന്താണെന്ന് അറിയാം. അഡീഷണൽ വന്നിരിക്കുന്ന ആര് മാത്രമാണ്, നെക്സ്റ്റ് ഹോപ്പ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ മാത്രമാണ്, NHRP. ക്ലിയർ അല്ലേ? പിന്നെ സിന്റാക്സിലോട്ട് പോവാം. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ. സിന്റാക്സ് എന്ന് കാണിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇവിടെ ഉണ്ടോ? ക്ലിയർ ആണ്. DM VPന്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. മൾട്ടിപ്പിൾ ലൊക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെക്യൂർലി എന്ത് ചെയ്യണം, മൾട്ടിപ്പിൾ ലൊക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ സെക്യൂർ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. നോർമലി എങ്ങനെയുള്ള ടോപ്പോളജി ആയിരിക്കണം, ഹബ് ആൻഡ് സ്പോക്ക് പോലുള്ള ടോപ്പോളജികളാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കണക്ഷൻ ബിറ്റ്വീൻ സ്പോക്കുകൾ തമ്മിൽ, സ്പോക്ക് മീൻസ് നമ്മൾ മെയിൻ ഓഫീസ് അല്ലാതെ വരുന്ന ബ്രാഞ്ചുകൾ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ഷൻസ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്ക് പിന്നെന്താണ്, പബ്ലിക് IP എന്ന് പറയുന്നത് ആർക്കും മാത്രം മതി, ഹബ് റൗട്ടിന് മാത്രം മതി, വേറെ ഒന്നിനും വേണ്ട. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, വളരെ കുറഞ്ഞ റേറ്റിൽ അല്ലെങ്കിൽ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, DM VPN നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, അടുത്ത പേജിലോട്ട് പോവാണ്, അതിന്റെ സിന്റാക്സിലോട്ട് പോവാം. ഇനി എന്താണ് മൾട്ടി പോയിന്റ് GRE ടണൽ? ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, മൾട്ടിപ്പിൾ ലൊക്കേഷൻ വരുന്ന സമയത്ത് അവരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. പോയിന്റും മൾട്ടി പോയിന്റ് ആയി മാറിയിട്ടുണ്ട്. ബിക്കോസ് അറിയാലോ, ഹബും സ്പോക്കുകളും വരുന്ന സമയത്ത് നിങ്ങളുടെ ടണൽ തന്നെയാണ്, GRE ടണൽ തന്നെയാണ്. പക്ഷേ GRE ടണലിനകത്ത് ഒരു അഡ്വാൻസ് ലെവൽ വരുന്ന കാര്യമാണ് പോയിന്റ് ടു മൾട്ടി പോയിന്റ് ആണ് ഇവിടെ കണക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്, ഇവിടെ IPsec-നെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡൈനാമിക് റൗട്ടിംഗ് പ്രോട്ടോകോൾ ആയിട്ടുള്ള പ്രോട്ടോകോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ലാൻ ടു ലാൻ കണക്ടിവിറ്റി വേണമെങ്കിൽ ഏത് പ്രോട്ടോകോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ വരുന്ന ആരാണ്, നമ്മുടെ NHRP പ്രത്യേകത നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. ഇത് നെക്സ്റ്റ് ഹോപ്പ് സെർവറിന് സ്റ്റാറ്റിക് IP ആയിരിക്കണം എന്നുള്ള കമ്പൽസറി അല്ലേ? ഹബിന് മസ്റ്റ് ആയിട്ട് സ്റ്റാറ്റിക് IP ആയിരിക്കും, ഇത് വർക്കാവില്ലല്ലോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ക്ലയന്റുകളെല്ലാം തന്നെ ഇങ്ങനെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ സ്ഥിരമായിട്ടുള്ള അഡ്രസ് വേണ്ടേ, മാറാതിരിക്കുന്ന ഒരു IP വേണ്ടേ, ഇല്ലെങ്കിൽ അങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇവിടെയും മാറണം, അവിടെയും മാറി കഴിഞ്ഞാൽ ആരും സ്റ്റോർ ചെയ്യും, എങ്ങനെ ക്ലയന്റുകൾ അറിയും പബ്ലിക് IP ഇങ്ങനെ മാറിയത് എങ്ങനെ അറിയും? അതിനുള്ള കഴിവ് ആർക്കില്ല, NHRPക്ക് ഇല്ല, അല്ലെ? അപ്പൊ എവിടെയെങ്കിലും ഒരു സൈഡെങ്കിലും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പബ്ലിക് IP നമുക്ക് വേണം, സ്റ്റാറ്റിക് IP വേണം, അല്ലാതെ വർക്കാവില്ല. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് സിന്റാക്സ് ആണ്, ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്ത സിന്റാക്സ് തന്നെയാണ്. എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളാം.
DMVPനകത്ത് വരുന്ന ബേസിക് കമാൻഡ്സ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? കഴിഞ്ഞ ദിവസം സൈനുദ്ദീന ചെയ്ത ഞാനാ ചെയ്തല്ലേ? അതെ അതെ അപ്പൊ നമ്മുടെ ടോപ്പോളജിക്കകത്തുള്ള ഇനീഷ്യൽ കോൺഫിഗറേഷൻ ആണ് കാണുന്നത്. ജസ്റ്റ് നോട്ട് ചെയ്തേക്ക്. ഇനീഷ്യലും ബേസിക് റൗട്ടിംഗ്. ബേസിക് റൗട്ടിംഗ് മീൻസ് ഡീഫോൾട്ട് റൗട്ടിംഗ്. പേജിലോട്ട് പോവാണ്. പിന്നെ കാണുന്നത് നമ്മുടെ GRE ബിൽഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് പറഞ്ഞതാണ്. ഇവിടെയാണ് നമ്മുടെ അഡീഷണൽ കമാൻഡ്സ്. ഇതാണ് നിങ്ങൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്ന പുതിയ കമാൻഡ്. അപ്പൊ നമ്മൾ NHRP ക്രിയേറ്റ് ചെയ്യുന്നത് NHS മീൻസ് മനസ്സിലായാലും നമ്മുടെ ഹബ് റൗട്ടർ ആണ്. ജസ്റ്റ് ഇന്റർഫേസ് ടണലിനകത്ത് കയറുന്നു. ഒരു റൗട്ടർ ഐഡി കൊടുക്കുന്ന പോലെ ഒരു വാല്യൂ നമ്മൾ കൊടുക്കുന്നു. NHRPക്ക് വേണ്ടിയിട്ട് ഒരു റൗട്ടർ ഐഡി നമ്മൾ പറയാറില്ല എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് ഐഡി, ഇഷ്ടമുള്ള ഐഡി നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ അതിന് വേണ്ടിയിട്ട് ഓതന്റിക്കേഷൻ കൊടുക്കുന്നു. പാസ്വേഡ് സെക്യൂരിറ്റിക്ക് വേണ്ടി എന്താണ് ഒരു പാസ്വേഡ് കൊടുക്കുന്നു. അതിനുശേഷം മൾട്ടികാസ്റ്റ് ഡൈനാമിക് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഈ ഒരു കമാൻഡാണ് അഡീഷണൽ ആയിട്ട് നമുക്ക് വരുന്നത്. ഡൈനാമിക് എന്നുള്ള ഒരു കമാൻഡാണ് അഡീഷണൽ ആയിട്ട് വരുന്നത്. ഡൈനാമിക് മീൻസ് ആര് ചോദിച്ചു വന്നാലും ഡൈനാമിക്കലി എന്ത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം, അത് പബ്ലിഷ് ചെയ്യണം. എന്ന് വെച്ചാൽ ആര് ചോദിച്ചു വന്നാലും അവർക്ക് എന്ത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും പബ്ലിഷ് ചെയ്ത് കൊടുക്കണം. റീഡയറക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കമാൻഡാണ്. ഇത് ഹബിനകത്താണ് യൂസ് ചെയ്യുന്ന കമാൻഡാണ്. ക്ലയന്റിലോട്ട് പോകുന്ന സമയത്ത് നോക്കാം. നെക്സ്റ്റ് പറഞ്ഞോളൂ. ക്ലയന്റ്സിന്റെ അതായത് സ്പോക്കുകളുടെ IP ഇപ്പൊ സ്റ്റാറ്റിക് ആണെങ്കിൽ അപ്പൊ നമ്മളിവിടെ ഡൈനാമിക് അല്ല സ്റ്റാറ്റിക് എന്ന് മെൻഷൻ ചെയ്യും. അല്ല, ഇത് അങ്ങനെയല്ലല്ല. ഇത് ഡൈനാമിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും പബ്ലിക് ആയിട്ട് ഷെയർ ചെയ്യണമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് നമ്മുടെ ഇവിടെ സ്റ്റാറ്റിക് എന്നുള്ളതല്ല പറയുന്നത്. സ്റ്റാറ്റിക് എന്നുള്ളത് അവിടെ നമ്മൾ എവിടെയും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അവിടെ IP കൊടുത്തിരിക്കണം. ഈ ക്ലൈന്റിലോട്ട് വരുമ്പോൾ ഒന്നും കൂടി മനസ്സിലാവും. ഓക്കെ, ബാക്കി എല്ലാത്തിലും ക്ലൈന്റിനകത്ത് എല്ലാത്തിലും ഒരേ കമാൻഡാണ്, യാതൊരു വിധ വ്യത്യാസം ഉണ്ടാവില്ല. നമ്മൾ ടണലിനകത്ത് കയറുന്നു, NHRP ക്രിയേറ്റ് ചെയ്യുന്നു. NHRP നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. നേരത്തെ മേലെ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ പാസ്വേഡ് കൊടുക്കുന്നു, ID കൊടുക്കുന്നു. ദെൻ നമ്മുടെ ഈ കാണുന്ന നമ്മുടെ ടണൽ IP ആണ്. ടണൽ IP മനസ്സിലായോ? നമ്മുടെ എല്ലാ റൗട്ടേഴ്സും എന്തുണ്ട്, ടണൽ IP ഉണ്ട്. ഇതാണ് എന്റെ ടണൽ IP എന്ന് പറയുന്നു. എന്നതിനുശേഷം നമ്മുടെ പബ്ലിക് IP-യിലൂടെ ക്ലൈനകത്ത് ഇരുന്നിട്ടാണ് പറയുന്നത് കേട്ടോ. ക്ലൈനകത്ത് ഇരുന്നിട്ട് ഇതാണ് എന്റെ പബ്ലിക് IP. ആരുടെ പബ്ലിക് IP? നമ്മുടെ ഹബിന്റെ പബ്ലിക് IP ഇതാണ്. ദെൻ ഈ ടണൽ IP-നെ ഏത് ടണൽ എത്തിക്കണം? ഈ കാണുന്ന പോലെ, അതായത് നമ്മുടെ ടണൽ ഈ 10.0.1 ആരുടെ ടണലാന്ന് മനസ്സിലായോ? R1-ന്റെ ടണൽ IP. എല്ലാത്തിനും ടണൽ IP വേണ്ടേ? എല്ലാത്തിനും നമ്മൾ ടണൽ IP കൊടുത്തിട്ടുണ്ട്. അപ്പം അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ കാണുന്ന പോയിന്റ് പറഞ്ഞു മനസ്സിലായോ? ഇവിടെ കൊടുത്തിരിക്കുന്ന ടണൽ IP ആണ് എന്തെന്ന് പറയുന്നത് ഇത്. ഇവരെ തമ്മിലാണ് എന്ത് ചെയ്യേണ്ടത്, എനിക്ക് ഈ ഒരു പോയിന്റിലോട്ടാണ് എനിക്ക് എത്തിച്ചേരേണ്ടത്. പറഞ്ഞു മനസ്സിലായോ? ഇവിടെ സിന്റാക്സ് കാണിച്ചത് വെച്ച് കമ്പയർ ചെയ്ത് പറഞ്ഞാണ്. മനസ്സിലായോ? ഞാൻ ഇവിടെ ഇരുന്നിട്ടാ പറയുന്നത്. ഈ ക്ലൈന്റിനകത്ത് ഇരുന്ന് പറയുവാണ് എന്റെ പബ്ലിക് IP ഇതാണ്, എന്റെ ഡെസ്റ്റിനേഷൻ ടണൽ IP എന്താണ്, ഇതാണ്. ഇതിലോട്ടാണ് എനിക്ക് എത്തിച്ചേരേണ്ടത്. ക്ലിയർ? അതാണ് ഈ കാണുന്ന സിന്റാക്സ്, ഈ കാണുന്ന ലൈൻ. ഇതാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന കമാൻഡ്. ഡയറി കിട്ടിയോ? ഹബിനകത്ത് കൊടുക്കുന്ന കമാൻഡ് നമ്മൾ നോക്കി. അതുപോലെ തന്നെ ക്ലയന്റിൽ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്തുകൂടി പറഞ്ഞു കൊടുക്കണം, നമ്മുടെ ഡെസ്റ്റിനേഷൻ സ്റ്റാറ്റിക് IP നമ്മൾ കോൺഫിഗർ ചെയ്തിരിക്കുന്നത് ഏത് IP ആണോ ആ IP പറഞ്ഞു കൊടുക്കണം. നമ്മുടെ അതായത് നമ്മുടെ R1-ന്റെ റൗട്ടർ IP പറഞ്ഞു കൊടുക്കണം. ദെൻ അതേപോലെ തന്നെ R1-ന്റെ ടണൽ IP കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്നാലേ അതെന്താവുള്ളൂ, കണക്ട് ആവുള്ളൂ, എസ്റ്റാബ്ലിഷ് ആവും. പിന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന നമ്മുടെ ഡൈനാമിക് റൗട്ടിംഗ് പ്രോട്ടോകോൾസ് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തിരിക്കുന്നു, ഒന്ന് എനേബിൾ ചെയ്തിരിക്കുന്നു. വേറെ പ്രത്യേകത ഒന്നുമില്ല. ക്ലിയർ? അപ്പൊ ഇത് നമുക്ക് ചെയ്ത് നോക്കിയാലോ.
ബാക്കിയെല്ലാം തന്നെ എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ IPsec VPN കമാൻഡ്സ് ആണ് കാണുന്നത്, യൂസ് ചെയ്ത അതേ കമാൻഡ്സ് ആണ്. ഇവിടെ നിങ്ങൾ EAGRP പറയുന്ന പ്രോട്ടോകോളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, EAGRP പറയുന്ന പ്രോട്ടോകോളാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ചെറിയൊരു സ്പ്ലിറ്റ് ഹൊറൈസൺ പറയുന്ന ഒരു ഇഷ്യൂ വരുന്നുണ്ട്. എന്തായാലും ഇവിടെ നമ്മൾ ഡൈനാമിക് റൗട്ടിംഗ് പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നു പറഞ്ഞല്ലോ നമ്മൾ. അപ്പോൾ നമ്മൾ ഡൈനാമിക് റൗട്ടിംഗ് പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു പ്രോബ്ലം വരുന്നുണ്ട്. അത് ഞാൻ പ്രത്യേകിച്ച് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രബിൾ ഷൂട്ടിന്റെ ഭാഗമായിട്ട് എന്നെ 1-2 പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഈ ഒരു ചെറിയൊരു കമാൻഡ് കൊടുത്ത സോൾവ് ആവും. അവർക്ക് നിങ്ങൾക്ക് അറിയോ എന്താണ് സ്പ്ലിറ്റ് ഹൊറൈസൺ? സ്പ്ലിറ്റ് ഹൊറൈസൺ കേട്ടിട്ടുണ്ടോ? ഇല്ല സാർ. നമ്മൾ കേട്ടിട്ടുമുണ്ട്, ചെയ്തിട്ടുമുണ്ട്. വേറെ ക്ലാസ് ഓക്കെ, പറഞ്ഞു. നമ്മൾ BGPക്കകത്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് സ്പ്ലിറ്റ് ഹൊറൈസൺ റൂളിന് ഒരു പ്രോബ്ലം ഉണ്ടായിട്ട് നമ്മൾ റൂട്ട് റിഫ്ലക്ടർ ചെയ്ത് കൊടുക്കുന്നുണ്ടോ? നമ്മൾ നൈബറിലോട്ട് അപ്ഡേറ്റ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ നമ്മൾ കോൺഫെഡറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം സ്പ്ലിറ്റ് ഹൊറൈസൺ റൂളിന്റെ ഇഷ്യൂ കാരണം നമ്മൾ സൊല്യൂഷൻ ആയിട്ട് ചെയ്തിട്ടുള്ള സംഗതികളാണ് BGPക്കകത്ത്. ഒന്നുകൂടി പറഞ്ഞുതരാം എന്താന്നുള്ള കാര്യം. ഓക്കെ, ഓർമ്മ കാണില്ലായിരിക്കും, ശ്രദ്ധിക്കുക. R1 R2 റൗട്ടർ ക്ലിയർ. R1 R2 റൗട്ടർ. R1ന്റെ അണ്ടറിൽ ഒരു 10 എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഉണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാം, ഏത് റൗട്ടിംഗ് പ്രോട്ടോകോൾ ആണെങ്കിലും ഓട്ടോമാറ്റിക്കലി ഇത് എന്ത് ചെയ്യും? എങ്ങോട്ട് അയച്ചു കൊടുക്കും? ഇങ്ങനെ നൈബർ ആയിട്ടുള്ള R2 അയച്ചു കൊടുക്കും. സ്വാഭാവികം അല്ലെ, എല്ലാ റൗട്ടേഴ്സിനും സ്വഭാവമാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പം അങ്ങനെ R1 R2 അയച്ചു കൊടുത്തു എന്ന് വിചാരിക്കും. R2 എന്ത് ചെയ്യുന്നു? റൗട്ടിംഗ് ടേബിളിനകത്ത് അത് എന്ത് ചെയ്യുന്നു? 10 നെറ്റ്വർക്ക് ഉണ്ടെന്നുള്ള കാര്യം അവിടെ നോട്ട് ചെയ്ത് വെക്കുന്നു. എന്തോ ഒരു കാരണവശാൽ ഈ നെറ്റ്വർക്ക് ഡൗൺ ആയി എന്ന് വിചാരിക്കും. 10 എന്ന് പറയുന്ന നെറ്റ്വർക്ക് എന്ത് സംഭവിച്ചു? ഡൗൺ ആയി. അങ്ങനെ ഡൗൺ ആയപ്പോൾ R1 എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ആ 10നെ കുറിച്ച് മിസ്റ്റർ R2 താങ്കൾക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നു. ആരോട് ചോദിക്കുന്നു? അയച്ചു കൊടുത്ത ആള് തന്നെ കേട്ടോ, ഇങ്ങേരോട് ചോദിക്കുന്നു. പാവത്താനാണ് നമ്മുടെ R1. ഓക്കെ, നിഷ്കളങ്കനാണ് പുള്ളിക്കാരൻ. എന്ത് ചെയ്യുന്നു? R2 ചോദിക്കുന്നു. R2 എന്ത് ചെയ്യുന്നു? എന്റെ കയ്യിലുണ്ട്, എന്നാ പിടിച്ചോ. ഇവിടെ എന്താ സംഭവിച്ചേ? ഡ്യൂപ്ലിക്കേഷൻ ആയില്ലേ? എന്റെ കയ്യിലില്ല, എനിക്ക് 10 എന്ന് R2 പറയുന്നത് എനിക്കറിയാം, എന്റെ കയ്യിലുണ്ട് നെറ്റ്വർക്ക്, താങ്കൾ എന്നെ കോൺടാക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള മാർഗ്ഗമാണോ? ആ നെറ്റ്വർക്ക് ആക്ച്വലി നിലവിലുണ്ടോ അവിടെ? ആ നെറ്റ്വർക്ക് നിലവിലുണ്ടോ? ഇല്ല. ഇത് R2 മനസ്സിലാക്കാതെ എന്ത് ചെയ്യുന്നു? R1 അയച്ചു കൊടുക്കുന്നു. അപ്പൊ അവിടെ പുതിയൊരു റൂൾ നമ്മൾ കൊണ്ടുവന്നു EAGRPക്കകത്ത്, സ്പ്ലിറ്റ് ഹൊറൈസൺ. സ്പ്ലിറ്റ് ഹൊറൈസൺ എനേബിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇൻഫർമേഷൻ ഇയാൾ അയച്ചു കൊടുത്തിരിക്കുന്ന സെയിം ഈ ഇന്റർഫേസ് വഴി വന്ന നെറ്റ്വർക്ക്, ആ നെറ്റ്വർക്കിനെ കുറിച്ച് തിരിച്ച് എന്ത് ചെയ്യാൻ പാടില്ല? അതേ ഇന്റർഫേസ് വഴി എന്ത് ചെയ്യാൻ പാടില്ല? സെൻഡ് ചെയ്യാൻ പാടില്ല. സംഗതി നല്ല കാര്യമാണ്. പക്ഷെ നമ്മുടെ ടോപ്പോളജിക്കകത്ത് എങ്ങനെ ബാധിക്കാന്ന് അറിയും? ഈ ടോപ്പോളജിക്കകത്ത് ഈ പറഞ്ഞ പോയിന്റ് മനസ്സിലായിരുന്നത്, R1ന്റെ നെറ്റ്വർക്ക് ഡൗൺ ആയി എന്ന് വിചാരിക്കുക, ബട്ട് ഓൾറെഡി R2 അയച്ചു കൊടുത്തിട്ടുണ്ട്. R1 ചോദിക്കും, എനിക്ക് എന്റെ ഈ പറയുന്ന 10 എന്ന് പറയുന്ന നെറ്റ്വർക്ക് എനിക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല, താങ്കൾക്ക് അങ്ങോട്ട് പോകാനുള്ള ഓൾട്ടർനേറ്റീവ് പാത്തുകൾ വല്ല അറിയാമോ ചോദിക്കുന്നു. എനിക്കറിയാം. എന്നിട്ട് ആര് പറഞ്ഞു കൊടുക്കുന്നു? R2 R1 പറഞ്ഞു കൊടുക്കുന്നു. R1 എന്ത് ചെയ്യുന്നു? അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അങ്ങനെ ഒരു നെറ്റ്വർക്ക് ആക്ച്വലി നിലവിലുണ്ടോ? അപ്പൊ തെറ്റായിട്ടുള്ളൊരു റൂട്ടിംഗ് അല്ലേ അത്? അല്ലേ, അതൊരു ലൂപ്പ് അല്ലേ ആക്ച്വലി? അപ്പൊ ആ ലൂപ്പ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ EAGRP കൊണ്ടുവന്ന റൂളാണ് സ്പ്ലിറ്റ് ഹൊറൈസൺ റൂൾ എന്ന് പറയുന്നത്. എന്താണ്? ഒരു ഇൻഫർമേഷൻ, ഞാൻ അയച്ചു കൊടുത്ത ഇൻഫർമേഷൻ ഏത് ഇന്റർഫേസ് വഴിയാണ് പോയിരിക്കുന്നത്, അതേ നെറ്റ്വർക്കിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? മറ്റുള്ളവർ എന്ത് ചെയ്യാൻ പാടില്ല? തിരിച്ച് അതുവഴി തന്നെ അയക്കാൻ പാടില്ല. മനസ്സിലായോ? ക്ലിയർ ആണോ? ഇവിടെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, R2 എങ്ങോട്ട് പോകാനുള്ള മാർഗം ചോദിക്കുന്നു? ഇങ്ങോട്ട് പോകാനുള്ള മാർഗം ആരോട് ചോദിക്കുന്നു വിചാരിക്കുക? നമ്മുടെ R1 ചോദിക്കുന്നു. R1 എനിക്ക് അറിയാം എന്ന് പറഞ്ഞിട്ട് ഈ ഇൻഫർമേഷൻ തിരിച്ച് ഈ റൗട്ടറിന് പോകണം കണക്ഷൻ, തിരിച്ച് പറയാൻ സാധിക്കുമോ? ആരെ കുറിച്ചാണ് ചോദിക്കുന്നത്?
ആരെ കുറിച്ച് ചോദിക്കുന്നത്? നമ്മുടെ നൈബറിനെ കുറിച്ചാണ്. അപ്പോ മനസ്സിലാക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് റിക്വസ്റ്റ് വന്നു, അതേ റിക്വസ്റ്റ് മറുപടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ട് സെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. പ്രശ്നമായില്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഹബ് റൗട്ടിനകത്ത് കയറിയിട്ട് ഈ റൂൾ ഒന്ന് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നോ ഇഷ്യൂസ്, ഇവിടെ വന്ന സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് അയക്കാൻ വേണ്ടി സാധിക്കും. ഈ സെനാരിയോ ഒന്നുകൂടെ പറയാമോ സാറേ? രണ്ടാമത്തെ കാര്യമാണോ ലൂപ്പിന്റെ കാര്യമാണോ പറഞ്ഞത്? അല്ല, ആദ്യത്തെ സെനാരിയോ ഇപ്പൊ നമ്മുടെ ഈ പ്രസന്റ് എക്സാമ്പിളിൽ പറഞ്ഞത് ഒന്നുകൂടെ പറയാം. പ്രസന്റ് എക്സാമ്പിളിൽ നമ്മളെല്ലാവരും ഈ നെറ്റ്വർക്ക് ടു നെറ്റ്വർക്ക് നമ്മൾ ആര് തമ്മിലുള്ള കണക്ഷനാണ് EIGRP വെച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? അതൊന്ന് പറയൂ. ആര് തമ്മിലുള്ള കണക്ഷനാണ് നമ്മൾ EIGRP വെച്ചിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? നമ്മുടെ ഡിഫറെന്റ് നെറ്റ്വർക്ക് അല്ലേ, നമ്മുടെ ലാനുകളെ കുറിച്ചല്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യുന്നത്? അതെ. ലാനുകളിൽ തമ്മിൽ ഡിഫറെന്റ് നെറ്റ്വർക്കിൽ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? എന്ന് വെച്ചാൽ നമ്മുടെ ടണൽ നെറ്റ്വർക്ക്സ് അല്ലേ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നത്. ഈ ടണൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് കംപ്ലീറ്റ് നെറ്റ്വർക്കും ഏത് നെറ്റ്വർക്ക് അഡ്രസ്സിന് അകത്ത് വരുന്നതാ? 10.0 അല്ലേ? കംപ്ലീറ്റ് ആൾക്കാരുടെ ടണലും സെയിം നെറ്റ്വർക്ക് അല്ലേ? സെയിം നെറ്റ്വർക്ക് അഡ്രസ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് വന്ന ഇന്റർഫേസ് വഴി തന്നെ തിരിച്ചു പോവില്ല. സത്യ പറഞ്ഞത്. നമ്മളെ ലാനുകൾ തമ്മിൽ മനസ്സിലാക്കുക, നമ്മുടെ ലാനുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇന്റർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടണൽ IP യൂസ് ചെയ്യുന്നു. ഈ ടണൽ IP കംപ്ലീറ്റ് ഏത് നെറ്റ്വർക്ക് അഡ്രസ്സാണ്? ഒരു സിംഗിൾ നെറ്റ്വർക്ക് അഡ്രസ് ആണ്. അപ്പം ഒരു നെറ്റ്വർക്ക് അഡ്രസ്സിന് ഇൻഫർമേഷൻസ് ഒരു ഇന്റർഫേസ് വഴി വന്നു കഴിഞ്ഞാൽ തിരിച്ചങ്ങോട്ട് പോവോ? നെറ്റ്വർക്കാണ് നമ്മൾ എടുക്കേണ്ടത്, IP അല്ല. എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, റൗട്ടിംഗ് ചെയ്യുമ്പോൾ IP ആണോ നോക്കുക, നെറ്റ്വർക്ക് ആണോ നോക്കുക? നെറ്റ്വർക്ക് ആണ് നോക്കുക. അപ്പൊ അതേ നെറ്റ്വർക്കിനകത്ത് വരുന്ന IP അല്ല ബാക്കിയല്ല. മെയിൻ നെറ്റ്വർക്ക് ആണ് EIGRP എടുക്കുന്നില്ല. എടുത്താൽ ഇതൊന്ന് മനസ്സിലാക്കൂ. നമ്മൾ റൗട്ടിംഗ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും എക്സാമ്പിൾ എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞു. ഇവിടെ നമുക്ക് കുറച്ച് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് കമ്പ്യൂട്ടറിന് കൊടുത്തിരിക്കുന്ന IP 10.0.0.1 ആണ്. സെക്കൻഡ് വൺ 2 ആണ്, 3 ആണ്, 4 ആണ്. ഇത് നമ്മുടെ റൗട്ടർ ആണ്. ഓക്കെ, R1 എന്ന് പറയുന്ന റൗട്ടർ. നമ്മൾ റൗട്ടിംഗ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് എന്താ പറഞ്ഞു കൊടുക്കുക? IP ആണോ പറഞ്ഞു കൊടുക്കുക, നെറ്റ്വർക്ക് ആണോ പറഞ്ഞു കൊടുക്കുക? നെറ്റ്വർക്ക് ആയിരിക്കുന്നു. സംശയോ? ആണെന്നാണ്. ഈ ഇൻഫർമേഷൻ ആയിരിക്കില്ല ആർക്കിലോട്ട് സെൻഡ് ചെയ്യുക. ഒരിക്കലും റൗട്ടിംഗ് ചെയ്യുന്ന സമയത്ത് IP അല്ല സെൻഡ് ചെയ്യുക, നെറ്റ്വർക്ക്സ് ആയിരിക്കും സെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഈ പറഞ്ഞ ലൂപ്പ് ഇവിടെ ഉണ്ടാവില്ലേ? ഇവർ തമ്മിൽ സെയിം നെറ്റ്വർക്കിനെ കുറിച്ച് ഒരേ ഇന്റർഫേസ് വഴി അയക്കുന്നേ അല്ലേ? ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇഷ്യൂ ഇവിടെ ഉണ്ടാവില്ലേ? ഞാൻ ഇങ്ങോട്ട് അയക്കുന്നു, ഞാൻ ഇങ്ങോട്ട് അയച്ച ഇൻഫർമേഷൻ തിരിച്ച് അതേ നെറ്റ്വർക്കിനെ കുറിച്ച് ഇങ്ങോട്ട് റിക്വസ്റ്റ് സാധിക്കുമോ? സ്ട്രിക്റ്റ് ഹൊറൈസൺ എനേബിൾഡ് ആണ്, ഡിസേബിൾ ആവും. അപ്പൊ പിന്നെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആവുമോ? EIGRP ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എസ്റ്റാബ്ലിഷ് ആവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ റൗട്ടറിനകത്ത് കയറിയിട്ട് ഈ പഹന് അത് കയറി നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കണം? അതൊന്ന് ഡിസേബിൾ ചെയ്യണം. ആ ടണലിനകത്ത് കയറിയിട്ട് അതൊന്ന് ഡിസേബിൾ ചെയ്ത പ്രോബ്ലം സോൾവ്ഡ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെയിം നെറ്റ്വർക്കിനെ കുറിച്ച് ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാൻ പറ്റും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സാറേ അപ്പൊ EIGRP മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം? EIGRP മാത്രമാണ് ഈ പ്രശ്നം. വോയിസ് ട്യൂപ്പിന് വേറെ പ്രശ്നമുണ്ട്, അതാണ് ഞാൻ അവിടെ വേറെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാണിച്ചുതരാം. ഈ റൈറ്റ് സൈഡിലുണ്ടോ? വരില്ലേ? ഇല്ല, അത് ഓരോ റൗട്ടിംഗ് പ്രോട്ടോക്കോളിനകത്ത് വരുന്ന ഒരു ഇഷ്യൂ ആണ്. ഇവിടെ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് പ്രോട്ടോകോൾസിനകത്ത് കയറിയിട്ട് ജസ്റ്റ് നെറ്റ്വർക്ക്സ് എല്ലാം പബ്ലിഷ് ചെയ്യുക, ഈ ഒരൊറ്റ കമാൻഡ് കൊടുത്താൽ മതി. വോയിസിനകത്ത് വരുന്ന ഇഷ്യൂ ആണ് പോയിന്റ് ടു മൾട്ടി പോയിന്റ് ബൈ ഡിഫോൾട്ട് എടുക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പോയിന്റ് ടു പോയിന്റ് ക്ലാസ്സുകളാണല്ലോ നമ്മൾ എപ്പോഴും ചെയ്യുക. പോയിന്റ് ടു മൾട്ടി പോയിന്റ് നമുക്ക് വരാറില്ലല്ലോ. അപ്പൊ നമ്മൾ ടണലിനകത്ത് കയറിയിട്ട് ഇത് പോയിന്റ് ടു മൾട്ടി പോയിന്റ് ആണ് കേട്ടോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. വോയിസിനകത്ത് അത്ര ഇഷ്യൂ ഉള്ളൂ. പക്ഷെ EIGRPക്കകത്ത് ഈ പറയുന്ന ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന മെക്കാനിസം അത് എവിടെ ഇല്ല. വോയിസിനകത്ത് പ്രശ്നമില്ല. ഓരോ റൗട്ടിംഗ് പ്രോട്ടോക്കോളിന്റെ ബിഹേവിയർ വ്യത്യസ്തമാണ്. അപ്പൊ അതിനുള്ള സൊല്യൂഷനാണ് നമ്മൾ ആ ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ഈ ഫസ്റ്റ് പറഞ്ഞ ഇഷ്യൂ ഉണ്ടല്ലോ, ഇപ്പൊ ഒരു നെറ്റ്വർക്ക് ഇല്ല, അത് അടുത്ത റൗട്ടറിനെ കോൺടാക്ട് ചെയ്യണം, ഇപ്പൊ OSPF കോൺടാക്ട് ചെയ്യില്ലേ ഇതുപോലെ തന്നെ? തീർച്ചയായിട്ടും ആ ഒരു നേരത്തേക്ക് വോയിസിനകത്ത് ഇഷ്യൂ ഉണ്ട്. പ്രിറ്റോറിയസ് റൂൾ ഇവിടെ ഇല്ല, വോയിസിനകത്ത് ഇല്ല. അപ്പൊ ആ ലൂപ്പ് ഉണ്ടാവില്ല OSPF അങ്ങനെ ഒരു ലൂപ്പ് ഉണ്ടാവും? ഈ ലൂപ്പ് എന്ന് പറയുന്നത് ഒന്ന് മനസ്സിലാക്കണം. നമ്മളിപ്പോ R1 to R2
നമ്മൾ നേരത്തെ പറഞ്ഞ ഇഷ്യൂ നെറ്റ്വർക്ക് പോകുന്നു. ഓക്കെ, 10.0 നെറ്റ്വർക്ക് എങ്ങോട്ട് പോകുന്നു? ആർക്കിലോട്ട് പോകുന്നു. ഓക്കെ, ഇത്ര സെക്കൻഡ് കഴിഞ്ഞാൽ ഈ ചങ്ങായിക്ക് എന്ത് മനസ്സിലാവും? R1 എന്ത് മനസ്സിലാവും? ഡെഡ് ഇന്റർവെൽ കേട്ടിട്ടുണ്ടോ? 15 സെക്കൻഡ് കഴിഞ്ഞാൽ R1 മനസ്സിലാവും ഈ നെറ്റ്വർക്കിനെ കുറിച്ച് ഉള്ള ഇൻഫർമേഷൻ ഞാൻ എന്ത് ചെയ്യണം? ഫ്ലഷ് ഔട്ട് ചെയ്യണം. നീ എന്ത് ചെയ്യില്ല, ആ നെറ്റ്വർക്കിനെ കുറിച്ച് ആരടുത്തും അന്വേഷിക്കാൻ പോവില്ല. ഓക്കെ. ആ ഒരു 15 സെക്കൻഡ് വരുന്ന ഒരു ഡിലേ പോലും EHR എന്ത് ചെയ്തിരിക്കണം? ഫാസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഡിസേബിൾ ചെയ്തിരിക്കുകയാണ്. മനസ്സിലായോ? നമ്മുടെ ജെ ഗാഷിനെ ഓർക്കുന്നുണ്ടോ? റൗട്ടിംഗ് പഠിക്കുമ്പോൾ ഓക്കെ, ഇപ്പൊ പുള്ളിക്കാരൻ മനസ്സിലായി. ഒട്ടുക്കത്തെ തലയാണ്. മനസ്സിലായില്ലേ? പുള്ളിക്കാരൻ എന്ത് ചെയ്തു? അതും വേണ്ട, ആ ഒരു ഇഷ്യൂ ഇവിടെ വരാൻ പാടില്ല, അങ്ങനെ ഒരു പ്രശ്നം വരാൻ പാടില്ല. അങ്ങനെ വെറുതെ പോയിട്ട് ആരും ചോദിക്കണം, ഇല്ലാത്ത കാര്യത്തിന് വെറുതെ പോയി ചോദിക്കുന്നത്. അതുകൂടി ഞാൻ ഡിസേബിൾ ചെയ്യാൻ പോകണം. അങ്ങനെ ചെയ്ത പരിപാടിയാണ്. പക്ഷെ വോയിസിനകത്ത് ഇഷ്യൂ ഇല്ല, അത് കാര്യമാക്കുന്നില്ല അവർ. പറഞ്ഞ മനസ്സിലായി? വിത്തിൻ സെക്കൻഡ്സിൽ നമുക്ക് ഈ കണക്ഷനെ കുറിച്ച് പോയി എന്നുള്ള കാര്യം മനസ്സിലാകുമ്പോൾ നമുക്ക് ഫ്ലഷ് ഔട്ട് ചെയ്യും. ഓക്കെ. പ്രോബ്ലം മനസ്സിലായോ? അപ്പം എല്ലാ റൗട്ടിംഗ് പ്രോട്ടോക്കോളിനകത്ത് ഓരോ രീതിയിലുള്ള ബിഹേവിയർ ആണ്. പക്ഷെ എനിക്ക് EHR വളരെ ഇഷ്ടമാണ്. പക്ഷെ സിസ്കോ പ്രൊപ്രൈറ്ററി പ്രോട്ടോകോൾ ആയതുകൊണ്ട് മാത്രമാണ് അധികം ആൾക്കാർ യൂസ് ചെയ്യാത്തത്. അപ്പൊ നമ്മൾ ഈ സൊല്യൂഷൻ കൂടി നമ്മൾ എന്താണ് അറിഞ്ഞിരിക്കുക. ക്ലിയർ? ആ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംഗതിയാണ്. നമ്മളൊന്ന് ചെയ്തൊക്കെ നോക്കണം കേട്ടോ. ഓക്കെ, ഞാൻ ലാബിലോട്ട് കിടക്കുകയാണ്. ടോപ്പോളജി നോക്കാം. എന്നാണ് എന്റെ വിശ്വസ്. കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ കണ്ടായിരുന്നു. അല്ലെങ്കിൽ അത് ബൂട്ടായി വരട്ടെ. അതിന്റെ നോട്ട് പാഡ് ഉണ്ടോ നമുക്ക്? ഓക്കെ ആണ്, ഉണ്ട്. ജസ്റ്റ് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. സെയിം ടോപ്പോളജി തന്നെയാണ്. അപ്പൊ നമുക്ക് R1 സ്റ്റാർട്ട് ചെയ്യാം. വെയിറ്റ് ചെയ്യാം. ഇന്നലെ ഇതേപോലെ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു.
കോൺഫിഗറേഷൻസ് ഒന്നുമില്ല. നമ്മളെല്ലാം ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. R1 ഇനീഷ്യൽ കോൺഫിഗറേഷൻ മുതൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? എല്ലാത്തിലും ഇനീഷ്യൽ കോൺഫിഗറേഷനും ഡീഫോൾട്ട് റൗട്ടിംഗ് എനേബിൾ ചെയ്യുക. കാര്യങ്ങളുള്ളത് ജസ്റ്റ് കോപ്പി ചെയ്യാം. R1 കോൺഫിഗറേഷൻ മോഡിൽ കയറുക. ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. രണ്ട് ഇന്റർഫേസ് നമ്മൾ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞു. ഡീഫോൾട്ട് റൗട്ടിംഗ് ചെയ്തു. R1 ഇനീഷ്യൽ കോൺഫിഗറേഷൻ കഴിഞ്ഞു. സെയിം തിങ് R2 പോയിട്ട് ഓപ്പൺ ചെയ്യാം. ഡിക്ലേർഡ് R2 കോൺഫിഗറേഷൻ. ഇവിടെ വരട്ടെ. കോൺഫിഗർ ചെയ്ത് R2 ഞങ്ങൾക്ക് ISP കൂടി ISP റൗട്ടർ തന്നെയാണ് കേട്ടോ. സിമ്പിൾ ചേഞ്ച് ചെയ്യുന്നുള്ളൂ.
ISP ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് VPN കോൺഫിഗറേഷൻസ് ആണ്. ടണൽ ഇന്റർഫേസ് നമുക്ക് ബിൽഡ് ചെയ്യാം. ടണൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കാം, നമുക്ക് VPN-ലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള കണക്ടിവിറ്റി കിട്ടും അല്ലേ. R1 കൊടുക്കുന്ന സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ IPsec പോകേണ്ടതുണ്ട്. നമ്മൾ ടണൽ ക്രിയേറ്റ് ചെയ്ത് നെക്സ്റ്റ് GRE സിസ്കോ പ്രൊപ്രൈറ്ററി ആണോ? ഏതാണ്? GRE അല്ലല്ല, GRE സിസ്കോ ആണ്. നമ്മൾ മറ്റുള്ളതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ടണൽ യൂസ് ചെയ്യേണ്ടത് കീവേഡ് ഉണ്ട്, ഞാൻ പറഞ്ഞത് ഓർമ്മ. GRE പോലെ ഓപ്പൺ സ്റ്റാൻഡേർഡ്. നമ്മൾ NHRPയുടെ കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ എല്ലാം ടണലെല്ലാം ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. ഹബിനകത്ത് കൊടുക്കേണ്ട കമാൻഡ് ക്ലയൻസിനകത്ത് എല്ലാം സെയിം കമാൻഡ്, എല്ലാ ക്ലയൻസ് ശരിക്കും ഹബ് ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒന്നും നടക്കില്ല. പോയി ഒന്നും നടക്കില്ല. ഹബ്ബ് പോയി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ റൗട്ടിംഗ് പോയില്ലേ. ഹബ്ബ് മുഖാന്തരമാണ് നമ്മൾ എങ്ങോട്ട് വരുന്നേ, ആലോചിച്ച് നോക്കൂ. നമുക്കിപ്പോ സെക്കൻഡറി ഹബ്ബ് കൊടുക്കാനുള്ള അങ്ങനെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ട്? സെക്കൻഡറി ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള മെത്തേഡ് ഒരു റിഡൻഡൻസി ഇതേപോലെ ഒരു അഡീഷണൽ ഒരു ഹബ്ബ് കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഒരെണ്ണം പോയാൽ ഒരെണ്ണം എന്നുള്ള രീതിയിൽ അത് നമ്മൾ എന്നിട്ട് NHCകളിൽ നമ്മളത് മെൻഷൻ ചെയ്യും. മൾട്ടിപ്പിൾ ആയിട്ട് കൊടുക്കേണ്ടി വരും. നമ്മൾ 2 സ്റ്റാറ്റിക് ഉള്ളതായിട്ട് കാണിക്കേണ്ടി വരും. ഇപ്പൊ റൗട്ടിങ്ങിനകത്ത് അത് നമുക്ക് ഈ പറയുന്ന R1 പോലെ ഒരു റൗട്ടർ കൂടി നമുക്ക് എക്സ്ട്രാ വേണം, ഹബ് റൗട്ടർ. സെയിം ടണൽ IP ആയിരിക്കും ഇപ്പൊ രണ്ട് റൗട്ടറിനും. നമ്മൾ ഈ HSRP ERRP പോലുള്ള കുറെ സാധനങ്ങളുണ്ട്. അങ്ങനെയുള്ള മെക്കാനിസം അവിടെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരും. ഒരു കണക്ഷൻ പോയാലും അടുത്ത കണക്ഷനുള്ള രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരും. കുറച്ച് ടഫാണ് ഈ ടോപ്പോളജി മിസ്സായി കഴിഞ്ഞാൽ ബിൽഡ് ചെയ്തെടുക്കാൻ. അതായത് കണക്ടിവിറ്റിയുടെ പ്രോബ്ലം പറഞ്ഞത് ഓപ്ഷൻ ഇല്ലെന്നല്ല, നമ്മൾ CCI ലെവൽ പഠിക്കുന്ന ഒരു കാര്യവും കൂടിയാണ്. ഇതേപോലെ അഡീഷണൽ ആയിട്ട് ഒരു റൗട്ടർ കൂടി, അതായത് ഹബ്ബ് കൂടി ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്.
നമുക്കിനി AGRP വെച്ച് നമുക്കൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് നോക്കാം. AGRP എന്ത് ചെയ്യണം? ഹബ് റൗട്ടിനകത്ത് കയറിയിട്ട് പിക്ചറൈസ് നമുക്ക് എന്ത് ചെയ്യണം? ഈസി. നമുക്കിനി വെരിഫൈ ചെയ്ത് നോക്കാം. നമ്മൾ VPN എസ്റ്റാബ്ലിഷ് ചെയ്യാം. സെക്യൂർ ചെയ്യണം. സെക്യൂർ ചെയ്യാൻ വേണ്ടി നമ്മൾ VPN എസ്റ്റാബ്ലിഷ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രകാരം ടോപ്പോളജിക്കകത്ത് ലാൻ ടു ലാൻ എല്ലാം എന്ത് കിട്ടുന്നുണ്ടാവും? കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഇതിന്റെ റിസൾട്ട് എങ്ങനെ വെരിഫൈ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് പ്രകാരം ഈ ടോപ്പോളജിക്കകത്ത് R2 പറയുന്ന റൗട്ടർ R3നെ കോണ്ടാക്ട് ചെയ്യാൻ ആദ്യം പോകുന്നത് ആരെ കാണാനായിരിക്കും? R1. അപ്പൊ നമുക്ക് ഫസ്റ്റ് റിസൾട്ട് നമ്മൾ ട്രേസ് അടിക്കാന്ന് വിചാരിക്കുക. ഫസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? R1ന്റെ IP ആയിരിക്കും നമുക്ക് കാണിക്കുന്നത്. R1ന്റെ ടണൽ IP ആയിരിക്കും നമുക്ക് കാണിക്കുന്നത്. എന്നതിന് ശേഷമായിരിക്കും എന്ത് കാണിക്കുന്നത്? ഇങ്ങേരുടെ ടണൽ IP എന്ന് വെച്ചാൽ 10.001 എന്ന് പറയുന്ന IP കാണിച്ചതിന് ശേഷമായിരിക്കും എന്ത് കാണിക്കുന്നത്? R3യുടെ ടണൽ IP എത്രയാണ്? 10.0.0.3. റൈറ്റ്. എന്നാൽ ആദ്യത്തെ ട്രേസ് മാത്രം, രണ്ടാമത്തെ ട്രേസ് എന്തായിരിക്കും? നമുക്ക് ഇങ്ങനെ വരുമ്പോൾ തന്നെ ഈ കാണുന്ന ആളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലെ? ഇനി എനിക്ക് ഇയാളെ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് ഇപ്പുറത്തെ പബ്ലിക് IP കിട്ടി. പിന്നെ വരുന്ന ട്രേസ് എന്തായിരിക്കും? ഇതിന് നേരെ റീലോഡ്.
പക്ഷെ സാർ ആക്ച്വലി ആരുണ്ടാവില്ല. ഡൈനാമിക് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഈ പറഞ്ഞ ഒരു ഡൈനാമിക് സ്വിച്ച് ആവണ ആ ഒരു ടൈമിൽ ഇൻ ബിറ്റ്വീൻ ഇടയ്ക്ക് ഒരു കണക്ഷൻ ഡ്രോപ്പ് ഒക്കെ അപ്പൊ ഉണ്ടാവില്ലേ? അല്ല, നമുക്ക് വേണ്ടത്, നമുക്കിപ്പോ ഈ R2ഉം R3യും അത് ഈ കാര്യം എന്താന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. R2ഉം R3യും തമ്മിൽ നമുക്ക് എന്താ വേണ്ടത്? കണക്ടിവിറ്റി വേണം. എന്ന് വെച്ചാൽ ഈ രണ്ട് ആൾക്കാരുടെ പബ്ലിക് ഐ പി എനിക്ക് വേണ്ടേ. അതെ. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ കോൺഫിഗർ ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. IPsec ആയിക്കോട്ടെ, GRE ആയിക്കോട്ടെ, എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഡെസ്റ്റിനേഷന്റെ പബ്ലിക് ഐ പി മാത്രം കിട്ടിയാൽ മതി. അതിന് നമ്മൾ ആദ്യത്തെ റിക്വസ്റ്റ് പോകുമ്പോൾ നേരെ എങ്ങോട്ട് പോകും? R1ലോട്ട് പോകും. പിന്നെ പോകുന്ന റിക്വസ്റ്റ് എന്താണ്? നമുക്ക് പബ്ലിക് ഐ പി കിട്ടിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ ISP ത്രൂ നമ്മൾ ആരായിട്ട് കോൺടാക്ട് ചെയ്യുന്നത്? R3 ആയിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നത്. അതെ ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പൊ ഓൾറെഡി R2വിന്റെ കയ്യിൽ R3യുടെ പബ്ലിക് ഐ പി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആ അതെ, കമ്മ്യൂണിക്കേഷൻ ട്രാഫിക് നടക്കുന്നതിന്റെ ഇടയിലാണ് R3യുടെ പബ്ലിക് ഐ പി ചേഞ്ച് ആവണത്. അപ്പൊ ഇഷ്യൂ ആ ഉണ്ടാവില്ലേ? ആ ഒരു ടൈം ഡിലേ പോകും. അതായത് R3യുടെ പബ്ലിക് ഐ പി എങ്ങാനും ചേഞ്ച് ആയി എന്ന് വിചാരിക്കുക. ചേഞ്ച് ആയി കഴിഞ്ഞാൽ അവിടെ കണക്ഷൻ ലോസ് വരും. കണക്ഷൻ ലോസ്. ആ ഒരു സെക്കൻഡ്സ്, അതായത് നമ്മളിപ്പോ ഡൗൺ ആയത് നമ്മുടെ ക്ലയന്റ് എന്ത് ചെയ്യും? സെർവർ അപ്പൊ തന്നെ അറിയിക്കും. അപ്പൊ നമ്മളൊരു ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോൾ ഇപ്പൊ ഒരു ഡാറ്റ ട്രാൻസ്ഫർ ആണ്. അപ്പൊ അത് പാക്കറ്റ് മിസ് ആവില്ലേ? തീർച്ചയായിട്ടും പാക്കറ്റ് മിസ്സിംഗ് വരും അവിടെ. അപ്പൊ നമ്മുടെ ഇതിന്റെ റിലയബിലിറ്റി ഇഷ്യൂ ഉണ്ടാവില്ല. ഇല്ല, താങ്കൾ പറഞ്ഞ പോയിന്റ് എനിക്ക് മനസ്സിലായി. ഇങ്ങനെ പബ്ലിക് ആയി പോകുന്ന സമയത്ത് ആ ഒരു സെക്കൻഡ്സ് ഡിലേ വരില്ലേ, പാക്കറ്റ് ലോസ് ഉണ്ടാവില്ലെന്നല്ലേ ചോദിക്കുന്നത്. യെസ് യെസ് യെസ്. പാക്കറ്റ് ലോസ് വന്നാലും എഗെയിൻ നമുക്ക് റെസ്യൂം ചെയ്യാൻ പറ്റുമല്ലോ. കണക്ടിവിറ്റി തീർച്ചയായിട്ടും പോകുന്നില്ലല്ലോ, ആ ഒരു സെക്കൻഡ്സിനല്ലേ പോകുന്നുള്ളൂ. ഇത്ര നേരം വരെ ഹോൾഡ് ചെയ്യില്ലേ. നമുക്ക് ഏത് ഡാറ്റ ആണെങ്കിലും ഏത് രീതിയിൽ സെൻഡ് ചെയ്യുകയാണെങ്കിലും റിസീവ് ചെയ്യുകയാണെങ്കിലും ഒരു കുറച്ച് റെസ്യൂം ചെയ്യാൻ ഒരു ടൈം കിട്ടില്ലേ, കുറച്ച് ഡിലേ, സെക്കൻഡ്സ്. ഒരുപാട് ഡിലേ വന്നു കഴിഞ്ഞാൽ താങ്കൾ പറഞ്ഞ പോലെ കണക്ഷൻ തീർച്ചയായിട്ടും പോകും, പാക്കറ്റ് ലോസ് ഉണ്ടാവും. എഗെയിൻ നമ്മൾ ട്രൈ ചെയ്യേണ്ടി വരും, ഡാറ്റ ലോസ് ഉണ്ടാവും. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ. നമ്മളിത് ISPയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഡെഡിക്കേറ്റഡ് ലൈനും ലീസ് ലൈനും അല്ലല്ലോ, അതെ. ജസ്റ്റ് ത്രൂ ഇന്റർനെറ്റ് വഴിയാണ്. ഇന്റർനെറ്റിനകത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരെയും ബാധിക്കും അത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്കൊന്ന് ട്രേസ് അടിച്ച് നോക്കാം. അപ്പൊ ആദ്യം എങ്ങോട്ടാണ് റിക്വസ്റ്റ് പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഏത് PC-കകത്ത് കയറാം? നമ്മുടെ PC. നമ്മൾ PC-കളൊന്നും കോൺഫിഗർ ചെയ്തില്ലെന്നോ. ഏതോ PC-കൾ കൈക്ക് കൊടുത്തിട്ടില്ല. കൈക്ക് കൊടുത്തേക്കാം. IP സ്പേസ് 192.168.10.11 10.1 സ്പേസ് dot 10. സെറ്റായിട്ടുണ്ട്. ചെക്ക് PC P190.160.20.1 11 space 192.168.P./20.
192, 160, 30.3 is 190, 30. സാറ് കോമേ ഫസ്റ്റ് IP കൊടുത്തത്. ഓക്കെ. നമുക്ക് ട്രൈ ചെയ്യുന്നത് 190 to 168 നിന്നും ഇങ്ങോട്ടാണ്. അടുത്ത 30.11 എന്ന് പറയുന്ന പോയിന്റിലോ ട്രൈ ചെയ്ത് നോക്കാം. സെക്കൻഡ് ഞാൻ ട്രൈ ചെയ്യാണ്. 10.01 ഉണ്ടോ ചെക്ക് ചെയ്ത് നോക്കുക. നേരത്തെ പ്രൈസ് അടിച്ചപ്പോൾ നമുക്ക് നേരെ ഏത് ടണലിലോട്ട് പോകേണ്ടി വന്നു? 10.001 എന്ന് പറയുന്ന R1ന്റെ ടണലിലോട്ട് പോകേണ്ടി വന്നു. നെക്സ്റ്റ് ടൈം ഞാൻ ട്രൈസ് അടിച്ച സമയത്ത് എനിക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നില്ല. നേരെ ഞാൻ ആരെ കോൺടാക്ട് ചെയ്തു? ഇവിടെ R3 പറയുന്ന റൗട്ടറിന്റെ ടണൽ ഐപിനെ കോൺടാക്ട് ചെയ്തു. അത് മാത്രമേ വന്നിട്ടുള്ളൂ. 10.03 പറയുന്ന ടണൽ ഐപി മാത്രം സെക്കൻഡ് ടൈം വന്നിട്ടുള്ളൂ. ഫസ്റ്റ് ടൈം മാത്രമേ നമുക്ക് ആരുടെ സഹായം വേണ്ടൂ? പബ്ലിക് ഐപി കിട്ടാനായിട്ട് ഹബ് റൗട്ടിന്റെ സഹായം വേണ്ടി വരുന്നുള്ളൂ. പിന്നീടുള്ള സമയത്തെല്ലാം എന്താണ്? നമുക്കിനി ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് 10.03 പോകുന്നത് ടണൽ. എന്നിട്ടാണ് നമ്മൾ ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്നത്. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് IPsec കൂടി വർക്കിംഗ് ആണ്, നമുക്ക് ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് നമ്മൾ ചെയ്തതിനകത്ത് സെക്യൂരിറ്റി കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയണ്ടേ. ഓൾറെഡി അവിടെ കണ്ടോ, കംപ്ലീറ്റ് ESP എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, എൻക്യാപ്സുലേറ്റിംഗ് സെക്യൂരിറ്റി പേലോഡ്. പിന്നെ ഒരു ഡൗട്ടും വേണ്ട, IPsec വർക്കിംഗ് ആണ്. എല്ലാം എവറിത്തിങ് ഫൈൻ, എല്ലാം വർക്കിംഗ് ആണ്. അല്ലെങ്കിൽ ഇവിടെ എന്താ കാണിക്കുക? നമ്മുടെ EHRPയുടെ ഹെല്ലോ മെസ്സേജ് പോകുന്നത് കാണിക്കും. അതേപോലെ നമ്മൾ ICMP ട്രാഫിക് ട്രൈ ചെയ്ത് അത് കാണിക്കും. പ്രൈസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് കയറിയിട്ട് ഒന്നുകൂടി ഒന്ന് പിങ് ചെയ്ത് നോക്കാം. പിങ് 192, 168, 30.11. ICMP എന്ന് കാണിക്കില്ല. അവിടെ നിങ്ങൾക്ക് എന്തായിരിക്കും കാണിക്കുന്നത്? ESP തന്നെയായിരിക്കും കാണിക്കുന്നത്. സെക്യൂരിറ്റി എനേബിൾഡ്. അതായത് IPsec അവിടെ വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് സോഴ്സ് പബ്ലിക് IP, ഡെസ്റ്റിനേഷൻ പബ്ലിക് IP മാത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ DMVP എന്ന് പറയുന്നത്. ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ വരുന്ന സമയത്ത് കണക്ടിവിറ്റി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഏറ്റവും ബെറ്റർ ഏത് യൂസ് ചെയ്യുന്നതാണ്? DMVP. ഒരുപാട് ബ്രാഞ്ചുകൾ വരാന്നുണ്ടെങ്കിൽ യൂസ് DMVP. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ബാക്കി നമുക്ക് നാളെ എടുക്കാം. നാളെ നമുക്ക് പുതിയ ടോപ്പിക് ആണ് വരുന്നത്.